ഹലോ ഗൈസ്, എല്ലാവർക്കും സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ ശ്രീദേവി ആകപ്പാടെ സങ്കടത്തിലും കലിപ്പിലും തന്നെ ആട്ടോ. അപ്പൊ നമ്മുടെ ആനന്ദ് കുറേയൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീദേവി ഭയങ്കര സൗന്ദര്യപ്പണക്കത്തിലാ. അപ്പൊ നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട്, നീ ആര്യനെ മകനായി കണ്ടിട്ടുണ്ടെന്ന് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിന്റെ മകൻ ഒരു കുസൃതി കാണിച്ചെന്ന് നിനക്ക് വിചാരിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീദേവി ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ശ്രീദേവി ആണെങ്കിൽ ഭയങ്കര സൗന്ദര്യപ്പണക്കത്തിൽ തന്നെ നിൽക്കുവാട്ടോ. അപ്പുറത്ത് നമ്മുടെ ആനന്ദ് നമ്മുടെ ആര്യന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ആര്യൻ അങ്ങനെ കടുത്ത ഭാഷയിലൊന്നും അല്ല കേട്ടോ, മയത്തിൽ തന്നെയാണ് നമ്മുടെ ആര്യന്റെ അടുത്തൊക്കെ ചോദിക്കുന്നത്. പിന്നീട് പിന്നീട് ഇവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ ബാലൻ ദേവിമോളെ ദേവിമോളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിളി. നമ്മുടെ ശ്രീദേവി ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, അവക്ക് വേണമെങ്കിൽ വന്നോളും, ബാലേട്ടൻ എന്തിനിങ്ങനെ കൂകുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ദേവി ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവി ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ദേവിമോക്ക് വിളമ്പി കൊടുക്ക് ഗോമതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗോമതിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആകെപ്പാടെ കലി വരുന്നു. നമ്മുടെ ശ്രീദേവിനെയും കണ്ടിട്ടും കലി വരുന്നു. ആ കുടുംബത്തിൽ മൊത്തത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇപ്പൊ ഒരേ ഒരാളാണ് നമ്മുടെ ശ്രീദേവി അല്ലെ. അപ്പൊ നമ്മുടെ ഗോമതിയും ഇത്രയും കൂടി ഇങ്ങനെ നമ്മുടെ ശ്രീദേവി ഭയങ്കരമായിട്ട് ഇങ്ങനെ കണ്ണുരുട്ടി കാണിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഇവര് ശ്രീദേവി മുറിയിൽ വന്നിട്ട് നമ്മുടെ ആനന്ദമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചു. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ. ഇനി നമ്മുടെ മീനാക്ഷിയും ആകാശും എത്തുമ്പോഴായിരിക്കും ഇനി അടുത്ത പ്രശ്നം തുടങ്ങാൻ പോകുന്നത് അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.